എല്ലാ തലത്തിലും ഡിജിറ്റലൈസേഷൻ നടത്താൻ കെഎസ്ആർടിസിക്ക് സാധിച്ചുവെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. പ്രവർത്തന രംഗത്ത് എല്ലാ തലത്തിലും ഡിജിറ്റലൈസേഷൻ നടത്താൻ കെഎസ്ആർടിസിക്ക് സാധിച്ചുവെന്നും കെഎസ്ആർടിസിയിലെ ആധുനികവൽക്കരണം ആദ്യം നടപ്പാക്കിയത് മലപ്പുറം ബസ് സ്റ്റേഷനിലാണെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. മലപ്പുറം കെഎസ്ആർടിസി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ 90 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച ലോവർ ലൈൻ 2ാം ബ്ലോക്കിന്റെ ഉദ്ഘാടനവും 5 കോടി രൂപയുടെ 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനവും മലപ്പുറം കെഎസ്ആർടിസി ഡിപ്പോയിൽ വെച്ച് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ വണ്ടികൾ ഡീസൽ മൈലേജ് കൂടുതൽ തരുന്ന വണ്ടികളാണ്. സാധാരണ 3 കിലോമീറ്റർ തരുന്ന സ്ഥലത്ത് ഇപ്പോൾ 4, 4.5, 5 തരുന്ന വണ്ടികളാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ചെറിയ ബസ്സുകളൊക്കെ 7 കിലോമീറ്റർ വരെ മൈലേജ് തരുന്നുണ്ട്. അങ്ങനെ തരുമ്പോൾ വലിയ ഒരു തുകയിൽ വ്യത്യാസം വരും. പിന്നെ എല്ലാ പെട്രോൾ പമ്പുകളും KSRTCയിലെ പമ്പുകളെല്ലാം നമ്മളൊരു ഓട്ടോമേറ്റ് ചെയ്യുകയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട്. അപ്പോൾ ഒരു തുള്ളി ഡീസൽ, 1 ലിറ്റർ ഡീസൽ ഇവിടെ അടിച്ചാൽ KSRTC MDക്ക് അവിടെ കാണാൻ പറ്റും ഇവിടെ 1 ലിറ്റർ ഡീസൽ അടിച്ചു. അപ്പോൾ ഏത് ഡ്രൈവറാണ് കൂടുതൽ ഡീസൽ എടുക്കുന്നത്? ഡ്രൈവർ മാറിയാലും ഡീസൽ മൈലേജ് കുറഞ്ഞു എന്ന് കണ്ടാൽ വണ്ടിയുടെ കുഴപ്പമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ആ വണ്ടിയെ പരിഹരിക്കും. പരമാവധി വണ്ടികളിപ്പോൾ ഒരു ഡ്രൈവാണ്. പുക തുപ്പുന്ന വണ്ടികളെല്ലാം പിടിച്ച് പണിതിറക്കുക എന്നുള്ളതാണ്. 1400 വണ്ടി, ഞാൻ മന്ത്രിയും പ്രമോദ് ശങ്കർ CMD ആയിട്ട് വരുമ്പോൾ 1450 വണ്ടി വരെ ഒരു ദിവസം ഷെഡിൽ കിടക്കായിരുന്നു. ഇപ്പോൾ പരമാവധി കിടക്കുന്നത് 450, 420, 430, ഇങ്ങനെ അത്രയും വണ്ടി മാത്രമേ അകത്തുള്ളൂ. ബാക്കി മൊത്തം വെളിയിലുണ്ട്. നിങ്ങളിപ്പോൾ റോഡിൽ പോയി കഴിഞ്ഞാൽ പണ്ട് KSRTC ബസ് വല്ലപ്പോഴും കാണാൻ പറ്റും, ഇപ്പോൾ എപ്പോഴും കാണാം. എല്ലാത്തിലും ആളുമുണ്ട്. കാരണം ജനങ്ങളെ ആകർഷിച്ചത് നമ്മളൊരു നല്ല കാര്യത്തിലൂടെയാണ്. കാരണം ജനങ്ങളെ ആകർഷിച്ചത് നല്ല ഹോട്ടലുകളിൽ അക്രഡിറ്റ് ചെയ്തു. അതായത് നമ്മൾ റെസ്റ്റോറൻറ്റ് പണിയാൻ നോക്കിയിട്ട് സമ്മതിക്കില്ല, നമ്മൾ ക്യാൻറ്റീൻ കൊടുക്കാൻ സമ്മതിക്കില്ല, കുഴപ്പങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് റോഡ് സൈഡിലുള്ള നല്ല റെസ്റ്റോറൻറ്റുകളിൽ 2 വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടെങ്കിൽ ലേഡീസിന് 2 ടോയ്ലറ്റും ജെൻസിന് 2 ടോയ്ലറ്റും നല്ല ഹൈജീനിക് കണ്ടീഷൻ ആണെങ്കിൽ നമ്മുടെ ഒരു കമ്മിറ്റി പോയി പരിശോധിക്കും. ഈ കമ്മിറ്റി പോയി പരിശോധിച്ച് ഫിക്സ് ചെയ്താലും ഓരോ 3 മാസം കൂടുമ്പോഴും ഈ കമ്മിറ്റി വീണ്ടും ഹോട്ടലുകൾ പരിശോധിച്ചിട്ട് നല്ല ഫുഡ് കൊടുക്കുന്ന നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. അവിടെ വേറെ ഒന്നുമില്ല, ഞങ്ങൾക്കൊരു പൈസയും തരണ്ട, ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അവർ നിർത്തി കൊടുക്കും. അത് പണ്ടൊരു രഹസ്യ പരിപാടിയായിരുന്നു, അത് ഞങ്ങൾ പരസ്യമാക്കി. അത്രയും.